നടൻ ടിനി ടോമിന് പണി കിട്ടി. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നടൻ ടിനി ടോമിന് എതിരെ അൻസിബ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ. അതെന്തായാലും കോടതി പരിഗണിച്ചിട്ടുണ്ട്. ടിനി ടോം തനിക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തി എന്നായിരുന്നല്ലോ അൻസിബ കൊടുത്ത പരാതിയിൽ. നേരത്തെ കടവന്തറ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ അതിലൊരു നടപടിയും പോലീസ് എടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അൻസിബ കോടതിയിലേക്ക് പോയത്. അൻസിബ നേരത്തെ തന്നെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടികളും പോലീസ് സ്വീകരിച്ചില്ല. അതുമാത്രമല്ല, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പോലീസിൽ നിന്ന് നീതി കിട്ടാതെ ആയപ്പോഴാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. പോലീസ് പറയുന്നത് അൻസിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല എന്നാണ്. ടിനി ടോം വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും വംശീയ അധിക്ഷേപങ്ങൾ നടത്തിയതിനുമുള്ള തെളിവുകളെല്ലാം കൊടുത്തിട്ടും അവർ പറയുന്നത് പരാതിയിൽ കഴമ്പില്ല എന്നാണ്. പരാതി കൊടുത്തിട്ട് ഒരു FIR പോലും ഇട്ടില്ല. അൻസിബ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അൻസിബ ജിഹാദിയാണെന്ന് പറഞ്ഞുള്ള വാട്സപ്പ് മെസ്സേജ് ഇട്ടതിനുമുള്ള തെളിവുകളെല്ലാം ആ കുട്ടി ഹാജരാക്കിയിട്ടും പോലീസ് കേസെടുത്തില്ല. പക്ഷേ പോലീസ് ടിനി ടോമിനെയും നീന കുറുമ്പിൻ്റെയും എല്ലാം മൊഴി രേഖപ്പെടുത്തി എന്നതല്ലാതെ തുടർന്നുള്ള നടപടിയൊന്നും പോലീസ് ചെയ്തില്ല. ഒരു FIR പോലും ഇട്ടില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല എന്നാണ് കടവന്തറ പോലീസ് പറഞ്ഞത്. പക്ഷേ അൻസിബ പറയുന്നത് ഇതിനെല്ലാമുള്ള തെളിവുണ്ട്, സാക്ഷിയുണ്ട് എന്നൊക്കെയാണ്. അതെല്ലാം ഹാജരാക്കിയിട്ടും അവർ കേസെടുത്തില്ല. അതാണ് അൻസിബ പറഞ്ഞത് പോലീസ് പ്രതികളുടെ കൂടെയാണ് എന്ന്. എന്തായാലും തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കോടതിയെ അൻസിബ സമീപിച്ചത്. എന്തായാലും അവിടെ നിന്ന് അൻസിബയ്ക്ക് അനുകൂലമായ ഒരു നടപടിയാണ് കോടതി എടുത്തത്. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ പരാതി എടുക്കാൻ പറ്റില്ല എന്നായിരുന്നല്ലോ പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ കേസ് എടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു ഉത്തരവ് വന്നതിൽ വലിയ സന്തോഷം. ഇങ്ങനൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷം അൻസിബ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ആ കുട്ടി അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം അതിലുണ്ട്. താൻ കൊടുത്ത പരാതികൾ എല്ലാം കഴമ്പില്ലാത്തതാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കോടതിയിൽ പോയപ്പോൾ അത് അന്വേഷിക്കാനുള്ള ഉത്തരവിട്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുന്നതിൽ ഒരു അനീതിയുണ്ട്. ലക്ഷ്മിപ്രിയ ഒരു ചാനലിൽ വന്നിരുന്ന് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചതിന് പരാതി കൊടുത്തിട്ടും അതിനും കേസെടുത്തില്ല. അപ്പോൾ ആർക്കും ആരെയും എന്തും വന്നിരുന്ന് പറയാമെന്നും പരാതി കൊടുത്താൽ പരാതി ഒന്നും എടുക്കില്ല എന്നുമുള്ള സന്ദേശമാണോ സമൂഹത്തിന് പോലീസ് കൊടുക്കുന്നത് എന്നാണ് അൻസിബ ചോദിക്കുന്നത്. ശരിയല്ലേ? എന്തെല്ലാമാണ് ആ കുട്ടിയെ ലക്ഷ്മിപ്രിയ വന്നിരുന്ന് പറഞ്ഞത്? മദ്യപാനിയാക്കി, കാമുകനെ റൂമിൽ വിളിച്ച് കയറ്റിയവളാക്കി. അപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമല്ലേ? ഒരു കുഴപ്പവുമില്ല. നല്ല നിയമം. അതുപോലെ അൻസിബ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ തനിക്ക് നേരിട്ട വ്യക്തിഹത്യക്കെതിരെ കേസ് കൊടുത്തപ്പോൾ മൊഴിയെടുത്ത പേപ്പറിൽ അൻസിബ പറഞ്ഞ മൊഴികൾ അതിലെഴുതുകയും എന്നാൽ റിപ്പോർട്ട് വന്നപ്പോൾ ആ മൊഴി അതിലൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് എന്നാണ് അൻസിബ ചോദിക്കുന്നത്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് കൂടി അൻസിബ പറയുന്നു. ഇത്രയും സെലിബ്രിറ്റികളായ ഇവർക്കൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നമ്മളെപ്പോലെയുള്ള പാവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ആ കുട്ടിയുടെ പരാതിയിൽ കേസ് എടുക്കണമെന്ന് കോടതി പറഞ്ഞല്ലോ, അത്രയും സന്തോഷം. നീതി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം അൻസിബയുടെ പരാതിക്ക് കഴമ്പില്ല എന്ന് പറഞ്ഞ പോലീസുകാരുടെ അടുത്തേക്ക് തന്നെ വേണമല്ലോ ആ കുട്ടി ചെല്ലാൻ. അവർ ഇനി എന്താണോ ആ കുട്ടിയോട് കാണിക്കുന്നത്? ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണം കേട്ടോ.